ആവാൻ പോവാണ്. അപ്പൊ ഈ വർഷം ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ ന്യൂ ഇയർ ഇതുപോലെ ഒന്നും ആഘോഷിച്ചിട്ടൊന്നുമില്ല. ഞാൻ കേക്ക് മുറിച്ചിട്ടില്ല ന്യൂ ഇയറിനൊന്നും ഞാൻ. ഹലോ ഗായ്സ്, നമ്മൾ സംസാരിക്കണേ ഗായ്സ്, നമ്മൾ ന്യൂ ഇയറിന് കേക്ക്. അതെ അതെ, ന്യൂ ഇയർ ആയിട്ട് കേക്ക് ഇല്ലാതെ എന്ത് ആഘോഷം? അതെ, 12 മണിയാകുമ്പോൾ നമ്മൾ മുറിച്ചിരിക്കും. അതിന്റെ വ്ലോഗ് വന്നിരിക്കും. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഞങ്ങളുടെ കാണാൻ വഴി എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അയ്യോ, ആരോ അടിച്ച് കിട്ടി ഗൈസ്. നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ ന്യൂ ഇയർ ആവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. മണിക്കൂറുകളുടെ പ്രിപ്പറേഷനുകളുമായി ബലൂൺ പൊട്ടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചുകൊണ്ട് മത്സരിച്ച് ബലൂൺ വിയർപ്പണവുമായി മേഘ ടീം ആദ്യസുധന് രംഗത്തെത്തിയിരിക്കുന്നുണ്ട്. ഞാൻ വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘ ടീമും ഞാൻ വിട്ടുകൊടുക്കുന്നു ആദിത്യസുധനുമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇവരുടെ കാഴ്ചകൾ കാണാം. ഞാൻ ജയിച്ചു എന്ന് ആദ്യത്തെ ദിവസം ഞാൻ അടുത്ത ബലൂണിലേക്ക് ഞാൻ എത്തുകയാണ്. നീ തോറ്റവിടെ ഇരുന്നോടി മണ്ടി എന്ന് പറഞ്ഞത് കൊണ്ട് ഇല്ല, ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് മേഘ വാശിയേറിയ പോരാട്ടത്തിലാണ്. കണ്ടോ, അവൾ 5 ബലൂൺ വീർപ്പിച്ച് ഇവൾ 3 ബലൂണാണ്. നീ വീർപ്പിരടി, എനിക്കാടി ശക്തി എന്നും പറഞ്ഞു. ഇതെല്ലാം കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ കുത്തിയിരിക്കുന്നു, പഠിക്കാൻ കുത്തിയിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ തേഞ്ഞ ബലൂണുമായി മേഘ ആര് ജയിക്കൂന്നുള്ളതിലാണ് കെട്ടിത്തരുവ്. എവിടുന്നൊക്കെയോ വേറെ കാര്യങ്ങൾക്ക്. കേക്ക് സേഫായിട്ട് അവിടെ ഇരിപ്പുണ്ട്. രാത്രി 12 മണിയാകുമ്പോൾ കേക്ക് മുറിക്കുന്നതായിരിക്കും. ഞാൻ നിന്ന് ക്ഷീണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് മേഘ. ഞാൻ തോറ്റ ചരിത്രം കേട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് വലിച്ചു വലിച്ച്. ഇതിപ്പോ കവളാണോ വീർക്കുന്ന ബലൂണാണോ വീർക്കുന്നതെന്നറിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത്രയും ബലൂണുകളാണ് മത്സരിച്ച്. ഇനി ബാക്കി ഇത്രയും ബലൂണുകൾ, ഇതെല്ലാം പച്ച കളർ മാത്രമേ ഉള്ളൂ. എൻ്റെ ശ്വാസമാണ്. അടുത്ത വർഷത്തേക്ക് മേഘ ടീമിൻ്റെ ശ്വാസവും ആത്യസിൻ്റെ ശ്വാസവും നിറച്ച് ബലൂണുകളാണ് ഇവിടെ കുമിഞ്ഞു കൂടിയിരിക്കുന്നത്. അതിന് ലാസ്റ്റ് അവസാനമുണ്ടായിരിക്കുന്നു. മേഘ ടീം തോറ്റു പിന്മാറി ഫുൾ ബലൂൺസ്. പക്ഷേ അവൾ തോറ്റു പിന്മാറി. ആത്യസുധൻ വിട്ടുകൊടുക്കാതെ ഇത്രയും ബലൂണിൻ്റെ പകുതി പങ്കും ആത്യസുധൻ എന്ന ഈ കൊച്ചു വ്യക്തി ആയ വലിയ വ്യക്തിയാണ് വീർപ്പിച്ചെടുത്തത്. ഇതിനെ കൊണ്ട് ഇങ്ങനെ മണിയിലിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല. ഗൈസ്, ഇവൾ എന്നെ ട്രോള് വരെ ഇത്രയും നേരം ബലൂൺ വീർപ്പിക്കാൻ അറിയത്തില്ല, ഞാൻ തോറ്റ് പിന്മാറി. ഞാൻ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. വായ്ത്താളം മാത്രമുണ്ടെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് മുന്നേറുകയാണ് അൻസു. ഇതാ ഇപ്പൊ പൊട്ടും എന്ന് കൊണ്ടു. അതിനി വീർക്കും. ആ സൗണ്ട് നിങ്ങൾ കേട്ടോ? ചൂച്ചു എന്നുള്ള സൗണ്ട് നിങ്ങൾ കേട്ടോ? ഓക്കെ, അങ്ങനെ ന്യൂ ഇയറിനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. എന്തുവാ ചെയ്യുന്നത്? ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. We are in process. പാവം കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് എഴുതി വെട്ടി ഉണ്ടാക്കുന്നു. കഷ്ടപ്പാടുകൾ. ജസ്റ്റ് ഫോർ ഹാപ്പിനെസ്. അറ്റ് ലാസ്റ്റ് എല്ലാ ഡെക്കറേഷൻസ് കഴിഞ്ഞു.
കേക്ക് സെറ്റാണ്. കേക്ക് മുറിച്ചാൽ മാത്രം മതി. ഞങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഇനി നമുക്ക് കേക്ക് മുറിക്കും. This was the lion look. ഔട്ട്പുട്ട്. യെസ്, കേക്കുകളൊക്കെ സെറ്റായി. ഇനി നമ്മൾ വെയിറ്റിംഗ് ഫോർ ന്യൂ ഇയർ. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ 2026 നമ്മുടെ ന്യൂ ഇയർ ആവാൻ പോവാണ്. അപ്പോൾ ഈ വർഷം ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ ന്യൂ ഇയർ ഇതുപോലെ ഒന്നും ആഘോഷിച്ചിട്ടൊന്നുമില്ല. ഞാൻ കേക്ക് മുറിച്ചിട്ടില്ല, ന്യൂ ഇയറിനൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ വർഷം വെൽക്കം ടു 2026.